ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. 14 IPL സീസണുകൾ കളിച്ച് 12 തവണ പ്ലേ ഓഫുകൾ കളിച്ച് 10 തവണ ഫൈനലിൽ വന്ന് 5 തവണ കപ്പടിച്ച വൺ ഓഫ് ദ സക്സസ്ഫുൾ ഫ്രാഞ്ചൈസി ഇൻ IPL. ഇറ്റ്സ് നൺ അതർ ദാൻ ചെന്നൈ സൂപ്പർ കിങ്സ്. അതെ, ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരുടെ സ്ട്രെങ്സ്, അതോടൊപ്പം തന്നെ വീക്ക് പോയിന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അല്ലെങ്കിൽ സമയമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സേവ് ലേറ്റർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഒന്ന് കാണാൻ ശ്രമിക്കുക. 2024 IPL സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ഡിസംബർ 19 നടന്ന മിനി ഓപ്ഷനിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു CSK മാനേജ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. 30.40 കോടി മുടക്കി 6 താരങ്ങളെയായിരുന്നു CSK സ്വന്തമാക്കിയിരുന്നത്. 3 ഓവർസീസ് താരങ്ങളും 3 ഡൊമസ്റ്റിക് താരങ്ങളെയുമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ഒരു മിനി ഓപ്ഷനിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൈനിങ്ങിലും ഒരുപാട് ശ്രദ്ധ ചെന്നൈ സൂപ്പർ കിങ്സ് പിടിച്ചു വരികയുണ്ടായിരുന്നു. 8 കോടിക്കപ്പുറം മുടക്കി 20-കാരനായ ഡൊമസ്റ്റിക് കരിയറിൽ അധികമൊന്നും മത്സരങ്ങൾ കളിക്കാതെ സമീർ റിസ്വിയെ സ്വന്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് ഓൾറൗണ്ടർമാരായിട്ടുള്ള രജിൻ രവീന്ദ്രയും ഡാരി മിച്ചലിനെ സ്വന്തമാക്കുന്നു. മുസ്തഫിസുർ റഹ്മാനെ സ്വന്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഷാർദുൽ താക്കൂറിനെ തിരിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് പിന്നെയും കൊണ്ടുവരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു മിനി ഓപ്ഷനിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സൈനിങ്ങുകളും കാര്യങ്ങളും കണ്ട് ആ ഒരു സ്ക്വാഡ് ഡെപ്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ സീസണേക്കാൾ കുറച്ചുകൂടി വെൽ ബാലൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി സ്ട്രെങ്ത് നമുക്ക് ആ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് സ്ക്വാഡിന് തോന്നിക്കുന്നുണ്ട്. നമുക്ക് ഇനി ചെന്നൈയുടെ സ്ക്വാഡ് ഒന്ന് നോക്കാം. MS ധോണി, ഡെവോൺ കോൺവേ, അവിനാഷ് റാവു, ആരവല്ലി, ഋതുരാജ് ഗെയ്ക്വാദ്, ഷെയ്ഖ് റഷീദ്, അജിൻക്യ രഹാനെ, സമീർ റിസ്വി, മൊയിൻ അലി, ശിവം ദുബെ, രജവർദ്ധൻ ഹംഗ്രേക്കർ, രവീന്ദ്ര ജഡേജ, മിച്ചൽ സാൻഡർ, അജയ് മണ്ഡാൽ, നിഷാന്ത് സിന്ധു, രജിൻ രവീന്ദ്ര, ഡാരിൽ മിച്ചൽ, ഷാർദുൽ താക്കൂർ, ദീപക് ചഹർ, തുഷാർ ദേശ്പാണ്ഡെ, മദീഷ പതിരണ, സിമർജീത് സിംഗ്, പ്രശാന്ത് സോലാങ്കി, മഹീഷ് തീക്ഷണ, മുസ്തഫിസുർ റഹ്മാൻ ആൻഡ് മുകേഷ് ചൗധരി. 25-അംഗ സ്ക്വാഡിൽ 8 ഫോറിൻ താരങ്ങളും ബാക്കി ഇന്ത്യൻ താരങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത്. നമുക്കത് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. ആൻഡ് കമ്പയർഡ് ടു ഓൾ സീസൺസ്, ഈ ഒരു സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സ് വെൽ ബാലൻസ്ഡ് ആയിട്ടൊരു സ്ക്വാഡിനെ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ട്രെങ്ത് സൈഡിലേക്ക് വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ ആദ്യം പറയേണ്ട പേര് MS ധോണിയെക്കുറിച്ചാണ്. സ്റ്റമ്പിന് പുറകിലെ MS ധോണി എപ്പോഴും ഡേഞ്ചറാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് കഴിഞ്ഞ സീസണിൽ ബാറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിലും സ്റ്റമ്പിന് പുറകിലെ ധോണിയുടെ കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ വയ്യ. അത് ഭയങ്കര വലുത് തന്നെയായിരുന്നു. അതുതന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ചെന്നൈയുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ബാറ്റർ, അതോടൊപ്പം തന്നെ ബോളിംഗ് ഓൾറൗണ്ടർ, ബാറ്റിംഗ് ഓൾറൗണ്ടർ, അതോടൊപ്പം തന്നെ ബോളർ, ഇങ്ങനെ 4 രീതിയിൽ തരംതിരിക്കാം. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള താരങ്ങൾ കോൺവേ, ഋതുരാജ് ഗെയ്ക്വാദ്, അതോടൊപ്പം തന്നെ രഹാൻ എന്നിവരാണ്. ബാറ്റിംഗ് ഓൾറൗണ്ടർമാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രജിൻ രവീന്ദ്ര, ഡാരി മിച്ചൽ, അതോടൊപ്പം തന്നെ ശിവം ദുബെ. അതോടൊപ്പം ബോളിംഗ് ഓൾറൗണ്ടർമാരായിട്ടുള്ള ജഡേജ, താക്കൂർ, സാൻഡർ, മൊയിൻ അലി, ദീപക് ചഹർ. ഈ ഒരു സൈഡ് ചെന്നൈയുടേത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതോടൊപ്പം ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ദീപക് ഉണ്ട്, അതോടൊപ്പം തന്നെ മുകേഷ് ചൗധരി, പതിരണ, മുസ്തഫിസുർ റഹ്മാൻ, തീക്ഷണ, ഹംഗ്രേക്കർ, സിമർജിത്ത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ചെന്നൈയുടെ ആ ഒരു സൈഡ് ഭയങ്കര വെൽ ബാലൻസ്ഡും അതോടൊപ്പം തന്നെ ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ചെന്നൈയുടെ വീക്ക്നെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് ആ ഒരു കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൂടുതലും ആ ഒരു വിന്നിംഗ് ടീമിനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സിന് എത്രത്തോളം അവസരം കിട്ടുമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആരെങ്കിലും ഫെയിൽ ആയാൽ പോലും പിന്നെയും അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് കൈവിട്ടു പോയാൽ മാത്രമേ ചെന്നൈ മാറ്റങ്ങൾ വരുത്താറുള്ളൂ. ഇനി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് സൈഡിനെ അപേക്ഷിച്ച് ബോളിംഗ് സൈഡ് അല്പം വീക്കാണെന്ന് തോന്നുന്നുണ്ട്. അതായത് കമ്പയർ ടു ബാറ്റിംഗ് സൈഡ് ബോളിംഗ് സൈഡ് അല്പം വീക്ക് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പേസ് ബോളിംഗ് അറ്റാക്കിംഗ് നിരയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള 2 താരങ്ങളാണ് പതിരണയും അതോടൊപ്പം തന്നെ ദീപക് ചഹറും. പക്ഷേ ഇവർ രണ്ടുപേരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർ ടീമിനെ മുട്ടുകുത്തിക്കുന്ന രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളിംഗ് അറ്റാക്ക് പടച്ചുവിടുന്ന രീതിയിലുള്ള ബോളേഴ്സ് അല്ല ഇവർ രണ്ടുപേരും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ദീപക് ചഹർ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീസണിൽ എത്ര മത്സരം കളിക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതോടൊപ്പം തന്നെ ദീപക് ചഹറിന് ഒരു പ്രോപ്പർ ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. ഇനി അടുത്തത് തുഷാർ ദേശ്പാണ്ഡെയാണ്. തുഷാർ ദേശ്പാണ്ഡെയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ വലിയ കുഴപ്പമില്ലാതെ കളിച്ചെങ്കിലും എനിക്ക് ഫീൽ ചെയ്തത് അല്പം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ദീപക് ചഹറിന് ബാക്കപ്പായിട്ട് താക്കൂർ ഇല്ലേ, അവിടെ താക്കൂറിനെ കളിപ്പിച്ചുകൂടെയെന്ന്. പക്ഷേ താക്കൂറും ദീപക് ചഹറിനെ നമുക്ക് കമ്പയർ നോക്കാൻ പറ്റില്ല. രണ്ടുപേരും 2 എക്സ്ട്രീം ലെവലിൽ ബോൾ ചെയ്യുന്ന ആൾക്കാരാണ്. താക്കൂറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ് എടുക്കും, ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് എടുക്കുമെങ്കിലും അല്പം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ 2020 ഗെയിംസിൽ അദ്ദേഹത്തിനെ പരീക്ഷിക്കുമ്പോൾ അല്പം സൂക്ഷിക്കണം. ഇനി മറ്റൊരു കാര്യമാണ് മുസ്തഫിസുർ റഹ്മാൻ. മുസ്തഫിസുറിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും കൂടുതലും
ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു പിച്ചിൽ സ്ലോ ബോളുകളിലും അതോടൊപ്പം തന്നെ കട്ടറുകൾ എറിഞ്ഞും എതിർ ടീമിനെ തളർത്താൻ സാധിക്കുന്ന ഒരു താരമാണ്. നല്ല വേരിയേഷൻസ് ഉള്ള ഒരു ബോളറാണ് അദ്ദേഹം. പക്ഷേ നേരെ മറിച്ച് അല്പം ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുസ്തഫിസർ അടിമേടിക്കാനും സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് സിമർജിത്ത്, ഹംഗരേക്കർ എന്നിവരുടെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വിന്നിംഗ് ടീമിനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് ഇവരുടെ അവസരങ്ങൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ തീക്ഷണയിലേക്ക് വന്നു കഴിയുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. ഈ ഒരു 11ൽ അദ്ദേഹം എങ്ങനെ ഉൾപ്പെടും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കൂടുതലും ഓൾറൗണ്ടർമാരാണ് ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ മൊയിൻ അലി സ്പിന്നറായിട്ടുണ്ട്, ജഡേജയുണ്ട്, അതോടൊപ്പം തന്നെ സാന്നർ ഉണ്ട്, ഈവൻ രജിൻ രവീന്ദ്ര ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ മഹേഷ് തീക്ഷണയുടെ ആ ഒരു 11ലുള്ള സാധ്യതകൾ എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഏറ്റവും വലിയ ത്രെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ധോണിയുടെ പേര് തന്നെയാണ്. 42 വയസ്സുള്ള താരത്തിന് എത്രത്തോളം ബാറ്റിങ്ങിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഗെയിം കളിക്കാൻ സാധിക്കും, എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള നോക്കുകൾ ടീമിന് വേണ്ടി നൽകാൻ സാധിക്കും എന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നീ ഇഞ്ചുറിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓൾറെഡി സർജറി ഒക്കെ കഴിഞ്ഞ് റിക്കവറിങ് കഴിഞ്ഞ് അദ്ദേഹം പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എത്രത്തോളം അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പിങ്ങിൽ നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഏജിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹം ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നതിൽ ഒട്ടും പുറകോട്ടല്ല, മികച്ച രീതിയിൽ തന്നെയാണ്. ഓൾറെഡി ബാറ്റിംഗ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം വിക്കറ്റ് കീപ്പിങ്ങിന് പുറകിലില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റമ്പിന് പുറകിലില്ലെങ്കിൽ എന്താവും കാര്യമെന്നും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി യങ്സ്റ്റേഴ്സിലേക്കും പുതിയ താരങ്ങളിലേക്കും നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന പേര് എന്ന് പറയുന്നത് 8.40 കോടി കൊടുത്ത് CSK ഇത്തവണ മേടിച്ചിരിക്കുന്ന സമീർ റിസ്വിയെക്കുറിച്ചാണ്. സമീർ റിസ്വിയെ സൈൻ ഇൻ ചെയ്ത പ്ലാൻ എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കാരണം ഡൊമസ്റ്റിക് കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ലാത്തൊരു താരമാണ്. അതോടൊപ്പം തന്നെ 20 വയസ്സ് മാത്രമേ താരത്തിന് പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സമീർ റിസ്വിയുടെ പ്ലാൻ അവിടെ ചെന്നൈ സൂപ്പർ കിങ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കണ്ട മത്സരങ്ങൾ വെച്ചിട്ട് ആളൊരു പിഞ്ച് ഹിറ്റർ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയ മറ്റൊരു സൈനിങ് ആയിരുന്നു 20 ലക്ഷം രൂപയ്ക്ക് അവിനാഷ് റാവു ആരോല്യം മേടിക്കുന്നത്. താരത്തിൻ്റെ വരവ് എനിക്ക് തോന്നുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താരത്തിനെ സൈനിങ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ വിട്ടുപോയ കുറച്ച് പേരുകളുണ്ട്. അജയ് മണ്ഡൽ, ഷായക് റഷീദ്, അതോടൊപ്പം തന്നെ നിഷാന്ത് സിന്ധു, പ്രശാന്ത് സോലാങ്കി. ഇവരുടെയൊക്കെ കാര്യങ്ങളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അജയ് മണ്ഡലിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ഗ്രൂമിംഗ് സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് വളരെയധികം കൂടുതൽ. അജയ് മണ്ഡലിനെ എങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് യൂസ് ചെയ്യുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സ്ക്വാഡ് ഡെപ്ത് കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഇംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവരുടെ വീക്ക്നെസ്സുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറൗണ്ടേഴ്സിനെ എങ്ങനെ എത്രത്തോളം മനോഹരമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് യൂസ് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്രയുടെ വേൾഡ് കപ്പ് സൈഡിലെ ഇന്ത്യയിലെ പെർഫോമൻസ് അടിപൊളിയായിരുന്നെങ്കിലും T20 സൈഡിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഡൊമിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ ശിവം ദുബെയുടെ മികച്ച പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈക്ക് നല്ലൊരു ആശ്വാസമേകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോളിംഗ് സൈഡിലും കുഴപ്പമില്ലാത്ത പ്രകടനം നടത്തി. എന്തായാലും ബോളിംഗ് സൈഡിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാനും ചെന്നൈ യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ലഭ്യമാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോയിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഞാൻ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. തെറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് തിരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.